നമസ്കാരം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന പല ജോലികളും നമ്മൾ നാളേക്ക് നീട്ടി വെക്കാറുണ്ട്. നാളെ 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും നീട്ടിവെക്കും. ഇതിനെ പറയുന്ന പേരാണ് പ്രോക്കാസ്റ്റിനേഷൻ എന്നുള്ള പേര്. ഇംഗ്ലീഷിലുള്ള പ്രോക്കാസ്റ്റിനേഷൻ പല ആളുകൾക്കും ഈ വാക്കിനെ കുറിച്ച് അറിയാം. എല്ലാ കാര്യങ്ങളും നാളേക്ക് നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആളുകൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യണമെന്നാണ് പറയുക. അവർക്ക് ടൈം മാനേജ്മെന്റ് തീരെ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? നാളെ നാളെ നാളെ. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും വൈകുന്നേരം കോളേജിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്ത് പറയും, എടാ നീ ഇന്ന് ഇങ്ങനെ കുഴപ്പം ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നത് നാളെ മുതൽ ഞാൻ പുതിയ ആളാകുന്നു എന്ന് പറയും. പിറ്റേ ദിവസം അവൻ ഇതേപടി തന്നെ കുഴപ്പങ്ങളൊക്കെ കോളേജിലൊക്കെ തല്ലും തിരക്കും ബഹളും വലിയ വലിയ കുഴപ്പങ്ങളൊക്കെ കോളേജിൽ ഉണ്ടാക്കിയിട്ട് വരും. അന്ന് വൈകുന്നേരം അവൻ പറയും ഞങ്ങളുടെ അടുത്ത്, നാളെ മുതൽ ഞാൻ നന്നാവും തോന്നുന്നു. അവൻ ഇതുവരെ നന്നായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഈ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. അത് ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നത്. കുട്ടികൾ രാവിലെ പഠിക്കുന്ന കുട്ടികൾ രാവിലെ പരീക്ഷയ്ക്ക് 5 മണിക്ക് അലാറം വെക്കും. അലാറം വെച്ചിട്ട് 5 മണിക്ക് അലാറം അടിച്ചാൽ എണീക്കോ? ഇല്ല, 5:30 എണീക്കാന്ന് വിചാരിക്കും. 5:30 വീണ്ടും അലാറം അടിച്ചാൽ അവർ എണീക്കോ? ഇല്ല, 6 മണിക്ക് എണീക്കാന്ന് വിചാരിക്കും. എണീക്കുന്ന അവസാനം 8 മണിക്കായിരിക്കും. അടുത്ത മാസം 5-ാം തീയതി പരീക്ഷയാണ്. കുട്ടികളോട് നമ്മൾ പറയും അടുത്ത മാസം 5-ാം തീയതി പരീക്ഷയാണെന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും അടുത്ത മാസമല്ലേ, ഇനി ഒരു മാസം സമയം കിടക്കല്ലേ, അതിന് കുറച്ച് ദിവസം മുമ്പ് പഠിച്ചാൽ പോരെ. എല്ലാം നീട്ടി വെക്കും. അവസാനം പരീക്ഷയുടെ തലേ ദിവസമായിരിക്കും പഠിക്കാനായിട്ട് നോക്കുമ്പോൾ സമയം തികയാതെ വരും. ഇത് മനുഷ്യന്റെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന സ്വഭാവം കുട്ടികൾക്കുണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും, നമ്മുടെ ജോലിയെ ബാധിക്കും, നമ്മൾ ഉണ്ടാക്കുന്ന റിസൾട്ടിനെ ബാധിക്കും. കുട്ടികളുടെ റിസൾട്ടിനെയൊക്കെ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, ഒരു നാളേക്ക് നീട്ടി വെക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നാളേക്ക് നീട്ടി വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഇന്ന് നിർത്തുക തന്നെ വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ റിസൾട്ട്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ മോശമായിരിക്കും. അത് ജോലി സ്ഥലത്താവട്ടെ, അതല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാവട്ടെ. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും അടുത്ത മാസം വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നു, തുണി എടുക്കണം, അതല്ലെങ്കിൽ വീട് വൃത്തിയാക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാം നമ്മൾ നാളേക്ക് നീട്ടി വെച്ചാൽ എന്താ സംഭവിക്കാം? അവസാന നിമിഷം സമ്മർദ്ദമായിരിക്കും. അത് റിസൾട്ടിനെ ബാധിക്കും. അത് വലിയ വലിയ സമ്മർദ്ദം നമുക്ക് ഉണ്ടാക്കും. അപ്പൊ കുട്ടികൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് അധ്യാപകർ പറയണം, രക്ഷിതാക്കൾ പറയണം. രക്ഷിതാക്കളും അധ്യാപകരും മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മളൊന്നും നാളേക്ക് മാറ്റി വയ്ക്കുന്നില്ല, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നു എന്ന് നമ്മൾ കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. ഇനി പ്രോക്കാസ്റ്റിനേഷൻ ഉണ്ടോ നിങ്ങൾക്കെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്, ഞാൻ എല്ലാം നാളേക്ക് നീട്ടി വയ്ക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ അതിനെ മറികടക്കാനും ചില മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗം ഇതാണ്: പ്രോക്കാസ്റ്റിനേഷൻ എന്നുള്ള അവസ്ഥ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് ബോധ്യം വരണം. എനിക്ക് തോന്നണം ശരിയാണ്, ഞാനിത് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതിൻ്റെ സ്വഭാവം എനിക്കുണ്ട് എന്ന് ആദ്യം നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് നമ്മൾ പഠിക്കുക. എല്ലാം കൃത്യസമയത്ത് ഓരോന്ന് ടൈം ബൗണ്ടഡ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മളതിനെ ശീലിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, ഫ്രണ്ട്സ്, ബൈക്ക്, ഇങ്ങനെ പല കാര്യങ്ങളും അനാവശ്യമായിട്ട് നമ്മൾ കുറേ സമയം ചെലവഴിക്കുന്നുണ്ടാവും. ഈ ചെലവഴിക്കുന്ന സമയം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാം. അതിനെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മൾ ഇരിക്കുന്നു എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് മൊബൈൽ ഫോൺ കയ്യിലെടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റേ ഇരിക്കാവൂ. 1 മണിക്കൂർ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കുന്ന പറഞ്ഞാൽ 1 മണിക്കൂറേ ചെലവഴിക്കാവൂ. അപ്പൊ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയനെയും ഇന്റർനെറ്റിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന മറ്റു പല കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യം ഈ സമയത്തിനുള്ളിൽ ചെയ്യും എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക കൃത്യമായിട്ട്. അടുത്ത മാസം ഇന്ന കാര്യം എനിക്ക് വരുന്നുണ്ട്, അത് ഞാൻ ചെയ്യാനുള്ള കാര്യം ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ തീർക്കും എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, എഴുതി വെച്ചതിന് ശേഷം അത് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ടാസ്ക് നമ്മൾ പൂർത്തിയാക്കുക. അപ്പോൾ ടാസ്കുകളെ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് പൂർത്തിയാക്കുകയും ചെയ്താൽ ഈ പ്രോക്കാസ്റ്റിനേഷൻ നമുക്ക് മറികടക്കാം. അതേപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ തോറ്റുപോയാലോ എന്നുള്ള ഒരു പേടിയാണ്. നമ്മളത് ചെയ്താൽ ചിലപ്പോൾ അത് പരാജയപ്പെട്ടാലോ, ചിലപ്പോൾ നമ്മൾ ആ ഒരു പണി ഇന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് ശരിയായില്ലെങ്കിലോ എന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ പേടി. അതും കൂടി നമ്മൾ ശീലിക്കണം. തോൽക്കാനും നമ്മൾ ശീലിക്കണം. അതെന്താവട്ടെ, റിസൾട്ട് എന്താവട്ടെ, നമ്മളത് പൂർത്തിയാക്കിയിരിക്കും. റിസൾട്ട് വിജയമാവട്ടെ പരാജയമാവട്ടെ, നമ്മൾ എന്ത് ചെയ്യും? പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാതെ അത് രണ്ടിലൊന്ന് നമ്മൾ അറിയണം. അപ്പൊ തോൽക്കാൻ കൂടി നമ്മൾ ആ തോൽവി കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശീലിച്ചാൽ
നമുക്ക് പ്രോക്രാസ്റ്റിനേഷനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾ നാളേക്ക് നീളെ മാറ്റി വെക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ബോധപൂർവം കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്താൽ കുട്ടികൾ നാളേക്ക് നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. നല്ല മിടുക്കന്മാരായിരിക്കും. താങ്ക് യു സോ മച്ച്.